പത്തനംതിട്ടയിൽ മണ്ണ് മാഫിയ വീണ്ടും പിടിമുറുക്കിയതോടെ മലയോര മേഖലയിൽ കുന്നുകൾ തന്നെ അപ്രത്യക്ഷമാകുന്നു. ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് സംഘടിപ്പിക്കുന്ന പാസുകൾ ഉപയോഗിച്ചും രാഷ്ട്രീയ ബന്ധത്തിന്റെ പിൻബലത്തിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയുമാണ് മണ്ണ് മാഫിയ ജില്ലയെ വിറപ്പിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് മണ്ണ് മാഫിയ ഇല്ലാതാക്കിയ ഒരു കുന്നിന്റെ അവശേഷിപ്പാണിത്. 18 അടിയോളം ഉയരമുണ്ടായിരുന്ന ഈ കുന്നിന്റെ ചെരുവിൽ വീട് വെക്കാനെന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച ജിയോളജി പാസ് ഉപയോഗിച്ചാണ് കുന്ന് തന്നെ ഇല്ലാതാക്കിയത്. കുന്നിടിച്ചെടുക്കുന്ന മണ്ണ് ഉപയോഗിച്ച് വ്യാപകമായ വയൽ നികത്തലാണ് നടക്കുന്നത്. പരാതി പറയുന്ന നാട്ടുകാരുടെ വീടുകളിൽ ആയുധധാരികളായ ഗുണ്ടകളെത്തുന്നതും പതിവാണ്. നാട്ടുകാരുടെ പരാതിയിൽ റവന്യൂ വകുപ്പ് നടപടിയെടുക്കട്ടെ എന്നാണ് പോലീസ് നിലപാട്. ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലീസിന് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. ഒരു ലോഡ് മണ്ണ് പിടിച്ചാൽ SIക്ക് 5000 രൂപയും DYSPക്ക് 25000 രൂപയുമാണ് നിലവിലെ പടിയെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഗ്രൂപ്പിലെ നേതാവാണ് ഇത്തരം കാര്യങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ നേരിട്ട് ഇടപെടുന്നതെന്നും ആക്ഷേപമുണ്ട്. പോലീസിന്റെ നിഷ്ക്രിയതയാണ് മണ്ണ് മാഫിയയ്ക്കും തുണയാകുന്നത്. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.